ആവേശം വാനോളം ഉയർത്തി ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം സമാധാനപരം. കൊട്ടിക്കലാശത്തിന്റെ പ്രചാരണം ജനങ്ങളിൽ എത്തിക്കാൻ 3 മുന്നണികളും അവസാന ലാപ്പ് വരെ കൊട്ടിക്കലാശം ആഘോഷമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചതോടെ വിജയം ആർക്കെന്ന ആകാംക്ഷയിലാണ് ഇടുക്കിയിലെ മലയോര ജനത. ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് കലാശക്കൊട്ട് വളരെ സമാധാനപരമായിരുന്നു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ദേവികുളം മണ്ഡലത്തിലേക്ക് വന്നാൽ വിസ്തൃതി കൂടിയ മണ്ഡലമാണ്. ദേവികുളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് A. രാജ, രണ്ടാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് F. രാജ, അതോടൊപ്പം തന്നെ S. രാജേന്ദ്രൻ. ഏതായാലും 3 മുന്നണികളും വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു. ദേവികുളത്തെ അപേക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം BJP-യിൽ നിന്ന്, അതായത് CPM-ന്റെ 3 തവണ MLA ആയിരുന്ന S. രാജേന്ദ്രൻ BJP-യിലേക്ക് പോയിരുന്നു. അതോടൊപ്പം തന്നെ F. രാജ പുതിയ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ A. രാജ മണ്ഡലത്തിലെ രണ്ടാമത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരം തന്നെയാണ്. തോട്ടമേഖലയിലടക്കം തമിഴിലും മലയാളത്തിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചരണം നടന്നു എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിലേക്ക് വന്നാൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KK ജയചന്ദ്രൻ, അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സേനാപതി വേണു, അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സംഗീത വിശ്വനാഥൻ. ഈ 3 മുന്നണികളും തന്നെ വലിയ രീതിയിൽ തന്നെ പ്രചാരണം നടത്തിയിരുന്നു. കാരണം മുൻപ് മണിയാശാനായിരുന്നു ഈ മണ്ഡലം ഭരിച്ചിരുന്നത്. റോഡുകളുടെ വികസനം എല്ലാം ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് വോട്ട് ലഭിക്കുമെന്ന, അല്ലെങ്കിൽ തങ്ങൾ വിജയിക്കുമെന്ന ഒരു വിശ്വാസം തന്നെയാണ് LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും തന്നെ സേനാപതി വേണു പറയുന്നത് ജില്ലയിലെ ഒരു വികസനവും ഈ മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് സേനാപതി വേണു പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തവണ മാറ്റി ചിന്തിക്കും, തനിക്ക് ഭൂരിപക്ഷം ലഭിച്ച താൻ വിജയിക്കുമെന്ന് തന്നെയാണ് സേനാപതി വേണു വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സംഗീത വിശ്വനാഥൻ NDA-യിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗീത വിശ്വനാഥൻ പറയുന്നത് ഈ ഇരു മുന്നണികളെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ ഇത്തവണ NDA-ക്ക് അനുകൂലമാണ് ജില്ല, അതുകൊണ്ട് NDA തീർച്ചയായും ജയിക്കുമെന്ന് തന്നെയാണ് സംഗീത വിശ്വനാഥൻ പറയുന്നത്. കൂടാതെ പീരിമേട് മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തവണ ഇടുക്കി CP-യുടെ ഏക മണ്ഡലമാണ് ഈ പീരിമേട് മണ്ഡലം. ഇവിടെ മത്സരിക്കുന്നത് CP-യുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ സലീം കുമാറാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രതീഷ് വരുക്കുമലയാണ്. ഈ 3 സ്ഥാനാർത്ഥികളിൽ തന്നെ ഈ വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് വാഴൂർ സോമനും, അതോടൊപ്പം തന്നെ CP-യുടെ ഏക മണ്ഡലം തന്നെയാണ് വാഴൂർ സോമൻ. അന്തരിച്ച ശേഷം അടുത്ത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സലീം കുമാർ എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ തനിക്ക് നല്ല രീതിയിൽ ഭൂരിപക്ഷം ലഭിക്കും, താൻ വിജയിക്കുമെന്ന് തന്നെയാണ് സലീം കുമാർ വ്യക്തമാക്കുന്നത്. ഏതായാലും സിറിയക് തോമസ് 2 തവണ തോറ്റ ശേഷം 3-ാം തവണയാണ് ഈ വീണ്ടും ഒരു അംഗത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തവണ മാറ്റി ചിന്തിക്കും, തനിക്ക് നല്ല രീതിയിലൊരു നേട്ടം ഉണ്ടാകും, ജില്ലയിൽ അത്ര വികസനം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തനിക്ക് വലിയ നേട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായ സിറിയക് തോമസ് പറയുന്നത്. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായ രതീഷ് വരുമല പറയുന്നത് ഈ 2 മുന്നണികളും പരാജയമാണ്, ജനങ്ങൾ എന്താഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കുന്നത് NDA-ക്കാണ്, അതുകൊണ്ട് തനിക്കാണ് ഇത്തവണ മുൻഗണന എന്നാണ് NDA-യുടെ ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത്രിയായിട്ട് തന്നെ മത്സരിക്കുന്ന റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ പറയുന്നത് ജില്ലയിൽ താൻ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇനി ആളുകൾക്കൊന്നും ചോദിക്കാനില്ല, കാരണം താൻ എല്ലാം ചെയ്തു, എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താൻ വോട്ടഭ്യർത്ഥിച്ചപ്പോൾ പ്രചാരണത്തിന് പോയപ്പോൾ തന്നെ തന്നോട് യാതൊന്നും ജനങ്ങൾക്ക് ചോദിക്കാനില്ല, വലിയ വികസനമാണ് ഇടുക്കിയിലേക്ക് താൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് താൻ വലിയ വിജയപ്രതീക്ഷയിലാണെന്നാണ് റോഷി അഗസ്റ്റിന്റെ ആത്മവിശ്വാസം. LDF സ്ഥാനാർത്ഥിയായിട്ടാണ് റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് റോയ് കെ പൗലോസ് ആണ്. റോയ് കെ പൗലോസ് പറയുന്നത് കട്ടപ്പന ഷോപ്പ് സൈറ്റും, അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം, ഭൂപ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഇടുക്കി മണ്ഡലത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ജനങ്ങൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF-ന് വോട്ട് ചെയ്യില്ല, തനിക്ക് അനുകൂലമായി തന്നെ ജനങ്ങൾ വിധി എഴുതും, അതുകൊണ്ട് താൻ വിജയിക്കുമെന്ന് തന്നെയാണ് റോയ് കെ പൗലോസിന്റെ UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസിന്റെ ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭയാണ്. പ്രതീഷ് പ്രഭ പറയുന്നത് ഈ 2 മുന്നണികളെയും ജനങ്ങൾ വെറുത്തു, അല്ലെങ്കിൽ 2 മുന്നണികളും ആളുകളെ കബളിപ്പിക്കുകയാണ്, അതുകൊണ്ട് NDA-ക്ക് അനുകൂലമാണ് ഈ ഇടുക്കി മണ്ഡലം, അതുകൊണ്ട് ഇത്തവണ NDA-ക്കാണ് ഇവിടുത്തെ വിജയം എന്ന് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ പ്രതീഷ് പ്രഭ പറയുന്നത്. തൊടുപുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് അപ്പു ജോണും, അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സിറിയക് ചാഴിക്കാടനും, NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന റോയ് വെട്ടിക്കാടുമാണ്. ഏതായാലും ഈ 3 മുന്നണികളും തന്നെ ഇവിടെയും ഇത്തരത്തിലുള്ള
പ്രചാരണങ്ങൾ നടത്തി ജനങ്ങളിലേക്ക് ഓടിയെത്തി തങ്ങളുടെ വിജയം ഉറപ്പാക്കാനുള്ള ലക്ഷ്യത്തിലാണ്. ഏതായാലും കൊട്ടിക്കലാശം വളരെ സമാധാനപരമായിട്ടാണ് നടന്നത്. ഏതായാലും ഇനി ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ആർക്കൊപ്പം എന്നുള്ളത് ഒരു പ്രവചനാതീതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളും വലിയ ആകാംക്ഷയിലാണ്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.